അതിന്റെ ഡീറ്റെയിൽസ് ഐ ജി രണ്ടാമത് ഇതുണ്ടായിരുന്നു, മൊഴിയെടുത്തിരുന്നല്ലോ, എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആക്കി കൊടുത്തു. എന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്താണ്. ഈ കേസ് ഉപയോഗിച്ചിട്ട് ഫോൺ ചോർത്തിയിട്ടില്ല. അല്ല, കേസ് ഇനിയും നിരവധി അനവധി പേര്, ഞാൻ പറഞ്ഞില്ലേ. അല്ല, മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഫോൺ ചോർത്തലും നടത്തിയിട്ടില്ല. മറ്റില്ലല്ലോ, നമ്മളൊരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾ വിളിക്കുന്ന ഫോണുകളാണ് റെക്കോർഡ് ചെയ്തത്. അതെ 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 അതെ, അത്രേ ഉള്ളൂ. വരട്ടെ. ഐ ജിക്ക് മൊഴി കൊടുത്തതിന് ശേഷമാണ്, അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ കേസ്. അതെ അതെ, കേസുകൾ ഇനിയും വരൂലേ, എനിക്ക് കാത്തിരിക്കല്ലേ. ഇപ്പോഴുള്ള വകുപ്പുകൾ കോടതിയിൽ നിൽക്കില്ലല്ലോ, സ്വാഭാവികമായിട്ടും നോക്കാന്നേ. കോടതിയും പോലീസും ഒക്കെ ഇവിടെ ഇനിയും ഉണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ അവസാനം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയിലെ നീതിന്യായ ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും ഉറപ്പുവരുത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമസംഹിതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ന്യായാധിപന്മാരിലാണ് എൻ്റെ വിശ്വാസം. അല്ലാത്ത എല്ലാവരും ഞാൻ വിട്ടു. കാരണം എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ലീഡേഴ്സിന്റെ ഒരു വിഭാഗം ഒത്തുചേർന്നുകൊണ്ടുള്ള ആ നെക്സസിന്റെ പ്രവർത്തനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ വിഷയം നമ്മൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് താങ്കളോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യരുത് പറഞ്ഞിട്ട് CPM പ്രവർത്തകർ അനുഭാവികളുടെ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തീർത്തും കളവായ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് കളവാണല്ലോ. അല്ല, CPM അനുഭാവികൾ അവിടുത്തെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെയും അവിടുത്തെ മണ്ണാർക്കാട് പ്രാദേശിക ലേഖകന്റെയും അവരെ ചോദ്യം ചെയ്തതിന് നിങ്ങൾ എൻ്റെ കൂടെ അപ്പം തന്നെ പോകുന്നു, നമ്മൾ ബാക്കിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അവിടെ ഉണ്ടായ അല്ലല്ല അല്ലല്ല ആ നിലക്കല്ല. നിങ്ങൾ മനസ്സിലാക്കിയിടത്തിൽ തെറ്റാവും. ഒന്നുകിൽ നിങ്ങൾ കളവ് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിടത്തിൽ തെറ്റാണ്. ഓക്കെ, അല്ല, ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ ഉണ്ടായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഫോട്ടോ എടുക്കാനും പത്രക്കാരോട് ഇങ്ങനെ സംസാരിച്ച് കൊണ്ട് തിരക്കിട്ട് പോവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ എന്നെ ആക്സസ് ചെയ്യാൻ നോക്കിയതാണ് ആളുകൾ. എന്തിന്? ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഷെയ്ക്കാൻ ചെയ്യാൻ നല്ല രീതിയിൽ. അതിൽ അവിടെ ഉള്ളവർ തെറ്റിദ്ധരിച്ചു എൻ്റെ അടുത്തേക്ക് വരികയാണെന്നുള്ളത്. അതിൽ പിടിച്ച് തള്ളി ഒന്നുകൊണ്ട് 10 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരുമ്പോഴാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് കയറി പോകുന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി വന്നിട്ടുള്ള പ്രവർത്തകരുടെ ഒരു ഇടപെടലും അനാവശ്യമായിട്ട് മോശമായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. തീർത്തും തെറ്റിദ്ധാരണജനകമായി ഉണ്ടായ ഒരു ആക്ഷനാണ്. അതെ അതെ, അതൊക്കെ കണ്ടു, വാർത്തയിൽ കണ്ടു. അതെ അതെ, അവര് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വരികയാണോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവിടെ നിന്ന ആളുകൾ പിടിച്ചു തള്ളിയതാണ് ആ സംഭവം. ക്ലിയറാ? രാവിലെ കണ്ടപ്പോ 200 പേരായിരുന്നു. ഇന്നിപ്പോ അല്ല, ഇവിടെ 50 കസാല ഇടാനാ പറഞ്ഞു. 50ലേക്ക് ആളെ കിട്ടുമോ നോക്കട്ടെ. ഇന്നലത്തെ ജില്ലാ സെക്രട്ടറി പറയുന്ന കേട്ടില്ലേ, മലന്ന് കിടന്ന് തുപ്പുകയാണ് അല്ലേ? അപ്പൊ ആരാണ് മലന്ന് കിടന്ന് തുപ്പുന്നതിൽ ജനം തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ 6 മണിക്ക് ജനങ്ങളോട് സംസാരിക്കുന്നു. 6:30 മണിക്ക് ഈ യോഗം ഇവിടെ ആരംഭിക്കും. അതെനിക്ക് പറയാനുള്ള ജനങ്ങളോടാണ്. ആ ജനങ്ങളിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരോട് ഞാൻ സംസാരിക്കും. ആ ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരോടും സംസാരിക്കും. അപ്പം മലർന്ന് കടന്ന് തുപ്പുകയും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുകയും, എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തൂടെ വർഗീയ ശക്തികളെ സഹായിക്കത്തക്ക നിലപാടെടുക്കാൻ ചെയ്യുന്ന RSSന്റെ കുപ്പായമിട്ടവനാണ് EN മോഹൻദാസ് എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു തർക്കമില്ല. അത് വളരെ കൃത്യമാണ്. നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ എത്തുമോ? താങ്കൾ എന്താണ്? നമ്മൾ നേതൃത്വത്തെ, ഞാനെന്താ സ്റ്റേജ് പോലും കിട്ടുന്നില്ലല്ലോ. ഞാൻ തുടക്കം മുതൽ എന്താ പറയുന്നത്? ഒരു ജീപ്പിന്റെ മുകളിൽ കയറി ഞാൻ പ്രസംഗിക്കുന്നു. ജീപ്പിന് പകരം ഒരു പിക്കപ്പായി എത്ര മാറ്റമുള്ളൂ. ഞാൻ ഒരാൾ സ്റ്റേജിൽ കൊടുത്തു, 1000കണക്കിന് ആളുകൾ വരും. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ 1000കണക്കിന് സഖാക്കൾ വരും. ഞാൻ വിളിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട വരും. ഇവിടെ LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തും പോകും. ഒരു വിളി ഞാൻ വിളിച്ചാൽ. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞെന്താ അവിടെ നിൽക്കുന്നത് നോക്കട്ടെ. ഇത് അങ്ങോട്ട് നമ്മൾ ആരെയും കുളം കലക്കാൻ നിൽക്കുന്നില്ല.